അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ. നമുക്കൊരു സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ള ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ് നമുക്കുള്ള ബ്ലോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് എന്താണ് ഓർഡർ ബ്ലോക്ക്. ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് എന്ന് പറയാം, ഓർഡർ ബ്ലോക്ക്. ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പല രീതിയിലാണ് എടുക്കുന്നത്. ഓർഡർ ബ്ലോക്കിന്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മൂവിന് മുമ്പുള്ള ഫസ്റ്റ് ക്യാൻഡിൽ, ഒരു മൂവിന് കാരണക്കാരനായ ഒരു ക്യാൻഡിലിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് ഇങ്ങനെ അഗ്രസീവായി മുകളിലേക്ക് പോയി. അപ്പോൾ ഈ ഇതിന് കാരണക്കാരനാരാണ്? ഈ ഒരു ക്യാൻഡിലല്ലേ. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് വിളിക്കും. ഈ ഓർഡർ ബ്ലോക്ക് വരാനായിട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചിരിക്കണം. ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഹൈയെയോ ലോയെയോ എടുക്കുന്നതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? ഈ ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചു എങ്കിൽ മാത്രമേ അതിനെ നമുക്കൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് എന്ന് വിളിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ളൊരു ലോയെ മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് ലിക്വിഡിറ്റി സ്വീപ്പ്. അടുത്തത് നമുക്ക് പറയുവാണെങ്കിൽ, ഈ ഓർഡർ ബ്ലോക്ക് മസ്റ്റായിട്ടും ഒരു ഡിസ്പ്ലേസ്മെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ഓർഡർ ബ്ലോക്ക് എടുത്തതിന് ശേഷം അഗ്രസീവായിട്ട് മുകളിലേക്ക് പോകണം. അതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് അഗ്രസീവായി മുകളിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് മൂവ് എന്ന് പറയാം. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെന്റ് മൂവ് ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് അഗ്രസീവായി മുകളിലേക്ക് പോവുകയാണ്. അതായത് മാർക്കറ്റിന് ഒരു പ്രൈസ് ലെവലിൽ നിന്നും വേറൊരു പ്രൈസ് ലെവലിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഒരു മാർക്കറ്റിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. അതായത് ഒരു ബൈ നടക്കണമെങ്കിൽ അവിടെ ഒരു സെല്ലേഴ്സും ഉണ്ടായിരിക്കണം അല്ലേ. അതായത് സാധനങ്ങൾ വിൽക്കണമെങ്കിൽ അത് വാങ്ങാൻ ആൾ വേണം, വാങ്ങണമെങ്കിൽ വിൽക്കാൻ ആൾ വേണം, എന്നാൽ മാത്രമേ ഒരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. പക്ഷേ ഈ അഗ്രസീവായിട്ട് മൂവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഇംബാലൻസസ് ഉണ്ടാവും. അതായത് അവിടെ ചിലപ്പോൾ ബയേഴ്സിന് ഈക്വൽ ആയിട്ടുള്ള സെല്ലേഴ്സ് ഉണ്ടായിരിക്കത്തില്ല. ആ ഒരു ഏരിയയിൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫിൽഡ് ആയിട്ടായിരിക്കും കിടക്കുക. അതിനെ നമുക്കൊരു ഇംബാലൻസ് എന്ന് പറയാൻ പറ്റും. അവിടെയാണ് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ്, വോളിയം ഇംബാലൻസ്, ലിക്വിഡിറ്റി വോയിഡ്സ്, ഇങ്ങനെ കുറേ ഐറ്റംസ് ക്രിയേറ്റ് ആകുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് ഇതിൽ തന്നെ നോക്കാൻ പോകുന്നത് എന്താണ്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അതായത് ഒരു ക്യാൻഡിലിൻ്റെ വിക്കും തേർഡ് ക്യാൻഡിലിൻ്റെ താഴത്തെ വിക്കും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയും. കിട്ടിയോ? ഇവിടെ എന്താണ് മാർക്കറ്റ് പറ്റിയത്? ഈ ഒരു ഏരിയയിൽ ബയേഴ്സിന് പറ്റിയുള്ള സെല്ലേഴ്സിന്റെ കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു പ്രൈസിൽ നിന്ന് അടുത്ത പ്രൈസിലേക്ക് ജമ്പായി പോയതാണ് നമ്മൾ. അതായത് ഈ ഒരു ഏരിയയിൽ ട്രേഡിങ് നടന്നിട്ടില്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ട്രേഡിങ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. അവിടേക്ക് മാർക്കറ്റ് ഫില്ല് ചെയ്യാൻ, അവിടെ ആ പ്രൈസ് ഫില്ലാവാതെ പോയിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള കോടിക്കണക്കിന് പൈസ ആയിരിക്കും. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇതിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു എൻട്രിക്ക് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇത് സിമ്പിളായിട്ട് പഠിച്ചു വെച്ചാൽ മതി, ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ എന്താണ്, അങ്ങനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷനായി. ഒന്നെന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടായിരിക്കണം, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കണം. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് മസ്റ്റ് ബി ക്രിയേറ്റ് എ സ്ട്രക്ചർ ബ്രേക്ക്. എന്താണ്? ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാക്കിയിരിക്കണം.
എന്താണ് സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ ഒരു മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബയേഴ്സ് താഴോട്ട് വരുന്നൊരു മൂവ് അല്ലേ, അല്ല സെല്ലേഴ്സ് താഴോട്ട് വരുന്നൊരു മൂവ് അല്ലേ? ഈ ഒരു മൂവ് അടുത്ത ഒരു ഫേസിലേക്ക് ബയേഴ്സിന്റെ ആ ഒരു ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയുന്നത്. എന്താണ് സ്ട്രക്ചർ ബ്രേക്ക്? അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചു. അപ്പൊ ഇത് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആണ്. ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 കണ്ടീഷൻ ഏതൊക്കെയാണ്? ഒന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടായിരിക്കണം, ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് മൂവ് ആയിരിക്കണം, മറ്റൊന്ന് അതൊരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിരിക്കണം. അത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിരിക്കാം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിരിക്കാം, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം. എന്തായാലും അവിടെ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും അതിനൊരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഓർഡർ ബ്ലോക്ക് പഠിച്ചേ, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടേ? ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആണ് എന്ന് പറയാം. ഞാൻ ഈ 3 കണ്ടീഷൻസ് ആണ് നോക്കാറുള്ളത്. നമ്മൾ ഓർഡർ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഓൾറെഡി ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ് സംസാരിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു ഇംബാലൻസ് ആണ്, പ്രൈസിന്റെ ഇംബാലൻസ് ആണ്. ഓക്കെ, അതിവിടെ അഗ്രസീവായി പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നമുക്കുണ്ടാകുന്ന ആണ് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 2 ക്യാൻഡിലിന്റെ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ, പിക്കിന്റെ ഹൈയും ഇതിന്റെ ലോയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വിളിക്കും. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ നടുക്കത്തെ പോയിന്റ് നമ്മൾ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഏരിയയിൽ വരെ മാർക്കറ്റ് തിരിച്ചു വന്ന് ഫില്ല് ചെയ്യാനും ഇത് തിരിച്ചു പോകാനും ചാൻസ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പോവാം, സെക്കൻഡ് കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് വരെ പോവാം, ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റിന് തിരിച്ച് പോകാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു 3 കണ്ടീഷനും മൈൻഡ് വെച്ചിട്ട് വേണം നമ്മളൊരു ട്രേഡ് പ്ലേസ് ചെയ്യാൻ. അതായത് നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇവിടെ ട്രേഡ് പ്ലേസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കരുത്. കാരണം മാർക്കറ്റിന്റെ ഇതിന് താഴെ എന്തുണ്ട്? ഓർഡർ ബ്ലോക്ക് ഉണ്ട്. മാർക്കറ്റിന് വേണമെങ്കിൽ ഇത് റെസ്പെക്ട് ചെയ്യാൻ താഴേക്ക് വരാം. അല്ലെങ്കിൽ ഇവിടെ 3 കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ്? ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഫസ്റ്റ് വണ് ഈ ഒരു ലോ ഉണ്ട്, ഈ ലോ ടേക്ക് ചെയ്യാം. ഈ ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്, ഈ ഓർഡർ ബ്ലോക്ക് സെറ്റ് നമുക്ക് ഉണ്ട്. അത് ഇവിടെ എന്താണുള്ളത്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും? ഇവിടെ ട്രേഡ് പ്ലേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ ട്രേഡ് പ്ലേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റിൽ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്തിട്ട് ഈ ലോയ്ക്ക് താഴെയെങ്കിലും സേഫ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എടുത്തു, ഇവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ താഴെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്ക് റെസ്പെക്ട് ചെയ്യാൻ മാർക്കറ്റ് വരുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. അടുത്ത ഒരു പെർഫെക്റ്റ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് റിവേഴ്സൽ എന്ന് പറയുന്നത്. ഈ പെർഫെക്റ്റ് റിവേഴ്സലിലുള്ള അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാലാണ് വരുന്ന ഒരു ലെഗ്. ഇപ്പോൾ സെല്ലേഴ്സ് താഴേക്ക് വരുന്ന ഈ ലെഗ് കണ്ടില്ലേ? ഈ ലെഗ് നല്ല രീതിയിൽ ഡിസ്പ്ലേസ് ആയിട്ട് താഴോട്ട് വരികയാണല്ലേ. ഇവിടെ എന്തെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ കഴിഞ്ഞ ഹയർ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഉണ്ടാവും. ഓർഡർ ബ്ലോക്ക്. ഇപ്പം നമുക്ക് ഓർഡർ ബ്ലോക്ക് ഒന്ന് എടുക്കാം. ഓർഡർ ബ്ലോക്ക്, ഈ ഓർഡർ ബ്ലോക്ക് വന്ന് ടാപ്പ് ചെയ്തിട്ട്, അപ്പൊ ആ ഒരു ലെഗിൽ നമുക്ക് എന്താ സംഭവിച്ചത്? ആക്ച്വലി നമുക്ക് നോക്കിയാൽ മാർക്കറ്റ് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കി അല്ലേ? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കി. ഇതെന്താണ്? ഇതൊരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് അല്ലേ? ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ എന്നിട്ട് മാർക്കറ്റ് എന്താ ചെയ്തത്? ഇതിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് മുകളിലേക്ക് പോയി. ആക്ച്വലി എന്താ ചെയ്യേണ്ടത്? മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് ഇത് റെസ്പെക്ട് ചെയ്തിട്ട് താഴോട്ട് പോകണമായിരുന്നു. പക്ഷെ ഇപ്പം മാർക്കറ്റ് എന്താ ചെയ്തത്? മാർക്കറ്റ് ചെയ്തത് അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വിളിക്കാം അല്ലെ? ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അതായത് ഇത് ഡിസ്റെസ്പെക്ട് ചെയ്ത് മുകളിലേക്ക് പോയി മാർക്കറ്റ്. അപ്പൊ ഇതും നമുക്കൊരു ബ്ലോക്കാണ്. ഇതൊരു റിവേഴ്സൽ കൺഫർമേഷൻ ആണ്. നമുക്കൊരു റിവേഴ്സൽ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ഇൻവേർഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു പെർഫെക്റ്റ് ഒരു ഇതൊന്നും നമുക്ക് വിളിക്കാൻ പറ്റും. എന്താണ്? ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് മേലെ
മുകളിലേക്ക് പോകും. അപ്പം ഇതൊരു നമ്മുടെ ഒരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇപ്പോൾ OB പഠിച്ചു, ഫെയർ വാല്യൂ ഗ്യാപ്പ് പഠിച്ചു, ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് പഠിച്ചു അല്ലേ? ഈ 3 നമ്മൾ പഠിച്ചു. അടുത്തത് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ബ്രേക്കർ ബ്ലോക്ക്. ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ലെഗിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മൂവ് ഉണ്ടോ? ഈ ഒരു മൂവിന് കാരണക്കാരനായ ക്യാൻഡിൽ ആരാണ്? ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലേ? ഈ ബെയറിഷ് മൂവിന് കാരണക്കാരനായ ലാസ്റ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. എന്താണ് ബ്രേക്കർ ബ്ലോക്ക്? അപ്പം നമുക്ക് ഇതിങ്ങനെ വരച്ചാൽ ഇതൊരു ബ്രേക്കർ ബ്ലോക്കായി. എപ്പോഴും ഒരു റിവേഴ്സൽ വരുമ്പോൾ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ബ്രേക്കർ ബ്ലോക്ക് വരെ എങ്കിലും റെസ്പെക്ട് ചെയ്യാതെ മാർക്കറ്റ് തിരിച്ചു പോകത്തില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്താണ് മാർക്കറ്റ് ബ്രേക്കർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എന്താകാം? ഇതിനെ നമുക്കൊരു ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയാൻ വളരെ സിമ്പിളാണ്. അതായത് ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഇവിടെ ഈ ഓർഡർ ബ്ലോക്കിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് പോയപ്പോൾ ഇതെന്തായി? ഇതൊരു ബ്രേക്കർ ബ്ലോക്കായി. ബ്രേക്കറിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ ബ്രേക്കർ ബ്ലോക്ക്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്കർ ബ്ലോക്കിന്റെ കൺസെപ്റ്റ്. ഇത് കൂടുതലായിട്ടും കോംപ്ലിക്കേറ്റ് ആക്കുകയൊന്നും വേണ്ട. ഇവിടെ ഒരു ഹൈയെ ലോയെ ഹയർ ലോവർ ലോ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബ്രേക്കർ ബ്ലോക്ക് ക്രിയേറ്റ് ആയെന്നൊക്കെയാണ് ഇതിന്റെ ഡെഫിനിഷനകത്ത് പറയുന്നത്. നമ്മൾ അതൊന്നും എപ്പോഴും റെസ്പെക്ട് ചെയ്തൊന്നും മാർക്കറ്റ് പോകില്ല. കാരണം നമ്മൾ തിയറി ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളും മാർക്കറ്റിലെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ഒരുപാട് ഡിഫറൻസുകളുണ്ട്. നമുക്കത് എപ്പോഴും 100% ആയിട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേഡ്സ് കിട്ടില്ല എന്നതും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. നമുക്ക് ട്രേഡ്സ് വളരെ കിട്ടുന്ന നമ്പേഴ്സ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ പറയാനുള്ളത് റിജക്ഷൻ ബ്ലോക്ക്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം എന്താ റിജക്ഷൻ ബ്ലോക്ക്. റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിലിൻ്റെ റിജക്ഷൻ വിക്ക്, ഈ ഒരു റിജക്ഷൻ വിക്കിനെയാണ് നമ്മൾ റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുകയാണെന്ന് നമ്മൾ വിചാരിച്ചു. ഓക്കെ, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം എന്താണ് ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഈ റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ടായപ്പോൾ നമുക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. ഇതിനെ നമ്മളൊരു റിജക്ഷൻ ബ്ലോക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനെന്താണ് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിലാണ് റിജക്ഷൻ ക്യാൻഡിൽ. അതുകൊണ്ട് തന്നെ ഇതിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് താഴേക്കും. ഇതാണ് നമുക്ക് എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ. ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു ഹൈ ഒക്കെ ഇപ്പോൾ ഇതൊരു ക്യാൻഡിലാണെന്ന് വെച്ചു, ഇതൊരു ഷോർട്ട് ടൈം ഹൈ ആണെന്ന് നമ്മൾ വിചാരിച്ചു. ഇതിനെ എടുത്ത് മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് അകത്ത് ക്ലോസ് ചെയ്തു. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് അകത്ത് ക്ലോസ് ചെയ്താൽ ഇത് ഒരു റിജക്ഷൻ ബ്ലോക്കായിട്ട് ആക്ട് ചെയ്യും. പിന്നെ മാർക്കറ്റ് ഇവിടെ വന്നാൽ റിജക്റ്റ് ചെയ്ത് വീണ്ടും താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇതിനെയാണ് നമ്മൾ റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിടികിട്ടിയല്ലോ. അപ്പോൾ അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൊപ്പൽഷൻ ബ്ലോക്ക്. ഇപ്പം നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് അല്ലെങ്കിൽ ബ്രേക്കർ ബ്ലോക്കിലാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ലോ ഏതാണ്? ഇതല്ലേ? ഇതാണല്ലോ. ഇതാണ് ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ലാസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, എപ്പോഴും ഒരു ലെഗ് വന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കളർ ക്യാൻഡിൽ ഏതാണോ അതിനെയാണ് നമ്മൾ പ്രൊപ്പൽഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പ്രൊപ്പൽഷൻ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നത് എപ്പോഴും ഒരു ലോ ഏതാണോ ഏറ്റവും വലിയ ലോ അതിൻ്റെ ഹൈയെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഏതാണോ അതിൻ്റെ ക്ലോസിങ് പ്രൈസിനെയാണ് ഞാൻ പ്രൊപ്പൽഷൻ ബ്ലോക്ക് ആയിട്ട് എടുക്കുക. അപ്പം എൻ്റെ പ്രൊപ്പൽഷൻ ബ്ലോക്ക് ഏതാണ്? ഇതാണ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ സേഫായി. ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കളർ ക്യാൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ പ്രൊപ്പൽഷൻ ബ്ലോക്ക് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അത് ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഞാൻ ട്രേഡ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, അത് ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് സ്വീപ്പ് ചെയ്ത ഏറ്റവും വലിയ ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ എവിടെയാണോ ഏത് ക്യാൻഡിലാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ക്യാൻഡിലിൻ്റെ ക്ലോസിനെയാണ് ഞാൻ
പ്രൊപ്പൽഷൻ ബ്ലോക്കായിട്ട് എടുക്കാറുള്ളത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ എന്തായി, നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആയി. അതെന്താണ്, കുറച്ചുകൂടെ സേഫായി. നമ്മൾ ഈ ഒരു ക്യാൻഡിൽ എന്തായി, ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇവിടെയൊക്കെ എനിക്ക് ക്യാൻഡിൽ ക്ലോസ് കിട്ടി. അപ്പം ഞാൻ എൻട്രി എടുക്കുകയാണെങ്കിൽ എവിടെ എടുക്കും, ഇവിടെ ആയിരിക്കും ഞാൻ എൻട്രി എടുക്കുക. ഇതിൻ്റെ താഴെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കും. എൻട്രിക്ക് എനിക്ക് ക്രൈറ്റീരിയ കാര്യങ്ങളും ഉണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഞാൻ എൻട്രി എടുത്തിട്ട് ഞാൻ ടി പി വെക്കും. അപ്പം ഇതിനെയാണ് ഞാൻ പ്രൊപ്പൽഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. പലരും, ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിൽ നമ്മൾ തിയററ്റിക്കലായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മളുടേതായിട്ടുള്ളൊരു കൺക്ലൂഷൻ ഉണ്ടാക്കിയെടുക്കണം. നമ്മളുടേതായിട്ടുള്ളൊരു വേ ഓഫ് ട്രേഡിങ് ഉണ്ടാക്കിയെടുക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ അത്യാവശ്യം രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാർക്കറ്റ് നമ്മുടെ സെറ്റപ്പിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരണം, നമ്മൾ 100% അങ്ങനെ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വളരെ ഇതാണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ നല്ല നല്ല എൻട്രികൾ മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ, ഒരു ബ്ലോക്സ് മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കാറുള്ളൂ. ഇതിലെല്ലാ POS ഞാൻ യൂസ് ചെയ്യാറുമില്ല. നമ്മൾ എത്രത്തോളം POS കൂട്ടുന്നോ അത്രത്തോളം കൺഫ്യൂഷൻസ് നമുക്ക് കൂടി വരും. അപ്പം POS നമ്മൾ മാക്സിമം ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള POS മാത്രം നമ്മൾ യൂസ് ചെയ്യുക. കാരണം ഒരുപാട് POSും കാര്യങ്ങളും, ഇനി ഒരുപാട് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ ബോധറബൂട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇത്രയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇതിനൊക്കെ തിയററ്റിക്കലായിട്ട് വേറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് വളരെ ബേസിക് ആയിട്ട് നമുക്ക് ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ പേജിൽ ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റിയൊക്കെ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ സംസാരിച്ച ഏതൊക്കെയാണ്, നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് നോക്കി, ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കി, ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കി, പിന്നെന്താ നോക്കിയത്, ബ്രേക്കർ ബ്ലോക്ക് നോക്കി, റിജക്ഷൻ ബ്ലോക്ക് നോക്കി, പിന്നെന്താ, ഓക്കെ, ഇതെല്ലാം നമ്മൾ നോക്കി. ഇത്രയാണ് നോക്കിയത്. പിന്നുള്ള ഒരെണ്ണം എന്ന് പറഞ്ഞാൽ BPR ആണ്, ബാലൻസ് പ്രൈസ് റേഞ്ച്. ബാലൻസ് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ ബാലൻസ് പ്രൈസ് റേഞ്ച് ഇപ്പോൾ ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ, ഇപ്പോൾ ഇതൊരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പാണെന്ന് വെച്ചു. ഇവിടെ ബാലൻസ് പ്രൈസ് റേഞ്ച് ഇല്ല. ഓക്കെ, അതും ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ കാണിച്ചത്. അതായത് ഒരു ഫെയർ വാല്യൂ, ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ, ഇവിടെ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി. ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതൊരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാന്ന് വെച്ചു. ഈ ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടൊരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ ബാലൻസ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഇതൊരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതൊരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അപ്പോൾ ഇതെന്താണ്, ഇത് ഈ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഈ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓവർലാപ്പ് ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ BPR എന്ന് പറയുന്നത്. എത്ര ഉള്ളൂ, വെറും സിമ്പിളാണ്. അത് എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു BPR ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇവിടെ ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഒരു അഡീഷണൽ കൺഫർമേഷനും കൂടെയാണ് ഈ ഒരു BPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. BPR കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്റ്റ് ആയി. ഇനി മാർക്കറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളുണ്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട്. ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, BPR ഉണ്ട്, ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ബ്രേക്കർ ബ്ലോക്ക് ഉണ്ട്. ഇത്രയും ഡിഫൻസുകൾ നിൽക്കുന്ന കാരണം നമുക്ക് അവിടെ അത്രയും കോൺഫ്ലുവൻസുകൾ കൂടും. പക്ഷേ ഈ എല്ലാ കോൺഫ്ലുവൻസുകളും കൂടെ ഒരു പെർഫെക്റ്റ് റിവേഴ്സലിനകത്ത് വരണം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഞാനൊരു ഐഡിയൽ റിവേഴ്സൽ സെലക്ട് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഈ മുഴുവൻ കാര്യങ്ങളൊന്നും ഒരു റിവേഴ്സലിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, നമുക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി നമുക്ക് നമ്മുടെ സെറ്റപ്പ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ. ബാക്കിയുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.